Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആന്റിഗ്രാവിറ്റി നൂഡിൽസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിൽക്കും ഡാർക്കും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡാർക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു കയർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് മിൽക്ക് ചോക്ലേറ്റ് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു 300 ഗ്രാം 250 മുതൽ 300 ഗ്രാം വരെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും ഡാർക്ക് കോമ്പൗണ്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മിൽക്ക് കോമ്പൗണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോവേവ് ഇല്ലാത്തവർ ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബൗൾ ഇറക്കി വെച്ചിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. മൈക്രോവേവിലാകുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്ത് കിട്ടും. അപ്പോൾ ആദ്യം ഒരു 30 സെക്കൻഡ് ഒന്ന് ഓണാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും 30 സെക്കൻഡ് വെച്ച് കൊടുക്കണം. അല്ലാതെ ഒന്നിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്നും വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് വെച്ചിട്ടൊന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ആ ചൂടുകൊണ്ട് ഇതങ്ങ് നല്ലപോലെ ബാക്കിയുള്ള കട്ടയും കൂടെ അങ്ങ് മിക്സായി വന്നോളും. നിങ്ങൾക്ക് ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് മാത്രം എടുത്തിട്ടും ഇതേപോലെ ബൗൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് ബൗളിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ ഈ ബൗൾ റെഡിയാക്കി എടുക്കാം. ചൂടോടെ തന്നെ ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ ബൗൾ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഗ്ലാസിൻ്റെ ബൗളാണ്. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഈ ബൗളിൻ്റെ ആ ഒരു താഴ്ഭാഗം നമ്മളിത് താഴേക്ക് വയ്ക്കുമ്പോൾ ആ ബൗളിൻ്റെ താഴ്ഭാഗം നല്ല പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇത് ഇളകി വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പും ഉണ്ട്. ആ ബൗളൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ താഴ്ഭാഗം നമ്മൾ താഴെയായിട്ട് വെക്കുന്ന ഭാഗം ഇപ്പോൾ ഇത് മുകളിലായിട്ട് തോന്നുന്നുണ്ട്. ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ആ ബൗളിന് ഇപ്പോൾ കുറച്ച് സൈഡൊക്കെ വക്കൊക്കെ കുറച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതോ ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബൗൾ നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. ഇത് 2 പ്രാവശ്യം ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ സെറ്റായി കഴിയുമ്പോൾ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ബൗളിന് നല്ല കട്ടി ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ചോക്ലേറ്റ് ബൗളിന് നല്ല കട്ടി ഉണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുറച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബൗള് തിരിച്ച് വയ്ക്കുമ്പോൾ അത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൈഡ് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഈ ബാക്കിയുള്ളിടത്തും ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 10 മിനിറ്റോളം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് ബാക്കിയുള്ളതും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിനകത്ത് ആ പ്ലാസ്റ്റിക് റാപ്പ് ചുറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചെയ്യണം. ഈ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഇളക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ചൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട്, ഇതിപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടില്ല, അപ്പോൾ ഈ സമയത്ത് ഒരു കത്തി വെച്ചിട്ട് ആ ബൗളിൻ്റെ അരികൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിത് ബൗൾ സെറ്റായി കഴിയുമ്പോൾ എടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബാക്കിയൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ ഒലിച്ചു പോയിട്ടുള്ളതൊക്കെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് വീണ്ടും ഇതൊരു കുറച്ച് നേരം കൂടെ, ഒരു 5 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഫ്രീസറിൽ ഇത്രയും വലിയ ബൗളൊന്നും കയറില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ബൗൾ ഇളക്കിയെടുക്കാം. അപ്പോൾ പതിയെ ഇതേപോലെ സൂക്ഷിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് വേഗം തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ചുളിവുകളില്ലാത്തത് കൊണ്ട് വേഗത്തിൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ചുളിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ ആ ബൗളിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതിന് കാരണം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു റാപ്പ് നന്നായിട്ട് അവിടെ ചുരുങ്ങി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ബൗൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമൊക്കെ റെഡി ആവുന്ന സമയത്ത് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമിൽ നല്ല മധുരമുള്ള ക്രീമാണ്, വാനില ഫ്ലേവറിലുള്ള ക്രീം ആയതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഐസിങ് ഷുഗറും വാനില എസൻസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ അല്ലാതെ പാലും മൈദയും വെച്ചിട്ടും ഇതേപോലെ ക്രീം ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു ക്യാരറ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈദ വെച്ചിട്ടുള്ള ക്രീം ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കുക, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്രീം ചെയ്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ചോക്ലേറ്റ് കേക്കോ അല്ലെങ്കിൽ വാനില കേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് ഏതെങ്കിലും സ്പോഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ കേക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഏതെങ്കിലും ഒരു സിറപ്പ് വെച്ചിട്ട് ആ ബ്രെഡൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നനച്ചൊന്നും കൊടുക്കുന്നില്ല, നേരെ ആ ബൗളിലേക്ക് ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് നനച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഫസ്റ്റ് ലെയർ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ലെയറിലും കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ ചോക്ലേറ്റ് ബൗൾ എത്രത്തോളം വലുപ്പത്തിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരളവിൽ സ്പോഞ്ച് കേക്ക് വെട്ടിയിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറുത് പീസായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലും ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളറിലുള്ള ക്രീം തന്നെ ഇതേപോലെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വൈറ്റ് കളർ പുറത്തേക്ക് കാണാതിരിക്കും. ഞാനിപ്പോൾ വൈറ്റ് കളറാണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ആൻറ്റി ഗ്രാവിറ്റി ഇത് കൊടുക്കാൻ വേണ്ടി, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. ആ സ്ക്യൂവർ ഒരു
സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതൊരു ചോക്ലേറ്റിൻ്റെ വാഫറാണ്. അതെൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ക്രോസിന് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കേക്കിലേക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു വാഫർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ കളറിലുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കണം. അപ്പം വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇതേപോലുള്ള നമ്മൾ പേരൊക്കെ എഴുതാൻ യൂസ് ചെയ്യുന്ന ആ ഒരു നോസിൽ എടുക്കണം. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നോസിലില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ആ നൂഡിൽസ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുകളിൽ നിന്ന് താഴേക്കായിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് വീഴുന്ന രീതിയിൽ പൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു നോസിൽ കുറച്ച് വലുപ്പമുള്ള നോസിലാണ്. അതുകൊണ്ട് ആ നൂഡിൽസിൻ്റെ കറക്റ്റ് ആ ഒരു ചെറിയ ഒരു രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ഹോളുള്ള നോസിലുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഒന്ന് ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റിക്കിലേക്കൊക്കെ നന്നായിട്ടൊന്ന് അത് കാണാത്ത രീതിയിൽ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കേക്കിൻ്റെ താഴ്ഭാഗത്തെല്ലാം ഇതേപോലെ അങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യെല്ലോ കളറിലുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആ കേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വൈറ്റ് കളർ കാണില്ലായിരുന്നു. ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് ചെറുതായിട്ട് ആ ബൗളിൻ്റെ സൈഡിലൊക്കെ വൈറ്റ് കളർ കാണുന്നുണ്ട്. ഇപ്പോൾ ക്യാരറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ പീസൊക്കെ കിടക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചും ഗ്രീനും വിപ്പിംഗ് ക്രീമും കൊണ്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നൂഡിൽസ് തീമിലുള്ള ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഒരുപാട് അങ്ങ് പാടുള്ള കേക്കൊന്നും അല്ല ഇത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആരും മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്